ഹരി ഓം, നമസ്തേ. ഞങ്ങൾ ചിന്മയ വിദ്യാലയ നരുവാമൂടിലെ ടീച്ചേഴ്സും കുട്ടികളുമാണ്. ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. കാരണം കാഴ്ച പരിമിതരായിട്ടുള്ള വ്യക്തികൾ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിന് ഒരു പരിഹാരമായി ഞങ്ങളുടെ വിദ്യാലയത്തിലെ തന്നെ കുട്ടികൾ ഒരു പുതിയ മൊബൈൽ ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. നേർവഴി എന്നതാണ് മൊബൈൽ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സാറിന് മുൻപാകെ പ്രവർത്തന രീതി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു. സാറ് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തു. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് വരാൻ കാരണം തിരുവനന്തപുരം ആകാശവാണിയിലെ നേർവഴി എന്ന ഒരു പ്രോഗ്രാമിൽ വഞ്ചിയൂർ കോടതിയിലെ കാഴ്ച പരിമിതിയുള്ള ശ്രീമതി ഷൈല മാഡം നേർവഴി എന്ന പ്രോഗ്രാമിലെ ഇൻ്റർവ്യൂവിൽ ഈ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയും അതിനോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിക്ക് ഒരു അഭ്യർത്ഥന വയ്ക്കുകയും ചെയ്തു. അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. ആ അഭ്യർത്ഥന കേൾക്കാൻ ഇടയാകുകയും അത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കോർണർ അതിൽ അപേക്ഷിക്കുകയും ചെയ്തു. സ്റ്റാർട്ടപ്പ് കോർണറും റോബോട്ടിക്സ് നടത്തുന്നത് ടെക്കോസ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിലെ CEO ആണ് ശ്രീ ശ്യാം. ടെക്കോസ റോബോട്ടിക്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങളുടെ വിദ്യാലയത്തിലെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങളുടെ കുട്ടികൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് നേർവഴി എന്ന മൊബൈൽ ആപ്പ്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് വികസിപ്പിച്ച് പബ്ലിക്കിലോട്ട് എത്തിക്കുന്ന സമയത്ത് ഗതാഗത വകുപ്പിന് കീഴിലുള്ള ബസ്സിലെ സമയം വിവരങ്ങൾ പൂർണ്ണമായിട്ട് നൽകാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആകാശവാണിയിലെ സിവിൽ മാഡത്തിന് സംസാരിക്കാൻ. ഇങ്ങനെ ആകാശവാണി തിരുവനന്തപുരം നിലയം 75 വർഷങ്ങൾ പൂർത്തിയാകുന്ന ആ ഒരു സമയമാണ് ഈ വർഷം നമ്മളതൊരു ആഘോഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്രയും എന്താ പറയുക, പലപ്പോഴും പലയിടങ്ങളിൽ പോകുമ്പോൾ ആകാശവാണി കേൾക്കുന്നതിനെ പറ്റി നമ്മളോട് ചോദിക്കാറുണ്ട്, ആകാശവാണി കേൾക്കാറുണ്ടോ ആരെങ്കിലും. പക്ഷേ ഇപ്പോൾ വളരെയധികം അഭിമാനമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി നിമിത്തം ഇങ്ങനെ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വന്ന് ഇങ്ങനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഈ പരിപാടിയിൽ കാഴ്ച പരിമിതിയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഈ പരിപാടി പ്രക്ഷേപണം ചെയ്തത് 11-ാം തീയതി ജനുവരി 11-നാണ്. ആ സമയത്ത് ഈ ശൈല ബീഗം എന്ന് പറയുന്ന മാഡത്തിനെ വിളിക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ തന്നെ ഹലോ പ്രിയഗീതം എന്ന പരിപാടിയിൽ ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് ഈ മാഡം ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിച്ചു. അപ്പോൾ ഈ സെയിം പ്രശ്നം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ നമുക്കറിയാം കാഴ്ചയുള്ളവരിങ്ങനെ നോക്കിയിരിക്കും, ഇനി കുറച്ചൊരു ലൊക്കേഷൻ, ഇനി അടുത്ത ഏത് ലൊക്കേഷൻ നോക്കിയിട്ട്. പക്ഷേ ഈ കാഴ്ച പരിമിതിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയാണ് മാഡത്തിനെ നേർവഴി എന്ന് പറയുന്ന നമ്മുടെ കാഴ്ച പരിമിതർക്കായിട്ടുള്ള പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ മാഡം വന്നിട്ട് ഇതേ സെയിം കാര്യം അതിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത് കേൾക്കുമെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഈ കുഞ്ഞു കുട്ടികൾ, ഇത്രയും ഒരു യങ്ങർ ജനറേഷൻ ഇത് കേട്ടിട്ട് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത്തരം ഇനിഷ്യേറ്റീവ്സ് വരണം. കാരണം കൂടുതൽ ഇൻക്ലൂസീവായിട്ട് ഇവരെ ചേർത്ത് നിർത്തുന്നതിൽ ഇതുപോലുള്ള നമ്മുടെ ന്യൂ ജനറേഷൻ മുന്നോട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതിന് നിമിത്തം ആകാശവാണി തിരുവനന്തപുരം നിലയം ആയതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം അതിലുപരി. ഈ ആപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധി ദേവനാരായൺ സംസാരിക്കുന്നതാണ്. ഹരി ഓം. അപ്പോൾ ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ നേർവഴി ആപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്പ് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഷൈല മാം റേസ് ചെയ്ത കൺസേൺസ് വെച്ചിട്ടാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാം കുറച്ച് പ്രോബ്ലംസ് റേസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സൊല്യൂഷൻസ് ആണ് നമ്മൾ ആപ്പിൽ ഇപ്പോൾ റഫ്ലി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യാം നിങ്ങൾക്കൊന്ന്. അപ്പോൾ നമുക്ക് 4 ഫീച്ചേഴ്സാണ് മെയിൻലി ഉള്ളത്. ഡെസ്റ്റിനേഷൻ,
ലൈവ് ലൊക്കേഷൻ, നെക്സ്റ്റ് സ്റ്റോപ്പ് ആൻഡ് അവൈലബിൾ ബസ്സസ്. ഇപ്പം ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാം ഡെസ്റ്റിനേഷൻ. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളൊന്ന് ഡെസ്റ്റിനേഷൻ പറയണം. ട്രിവാൻഡ്രം. ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ വോയിസ് ആയിട്ട് ഡെസ്റ്റിനേഷൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഡെസ്റ്റിനേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഏതൊക്കെ ബസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് പറയും. പിന്നെ ലൈവ് ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മാമിനാകുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആവണം. ഇപ്പോൾ നമ്മൾ ശൈല മാം ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി മാം പറഞ്ഞൊരു പ്രോബ്ലം ആയിരുന്നു, ലൈക്ക് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ബസ് വന്നോ ഇതെല്ലാം തിരക്കാനായിട്ട്. ഇപ്പോൾ ലൈവ് ലൊക്കേഷൻ പറയും, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയും. പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് റെഫർ ചെയ്യും. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സാണ് നമ്മൾ മെയിൻലി ഡെവലപ്പ് ചെയ്തത്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ശൈല മാമിൻ്റെ വീട്ടിൽ പോയി മാമിൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പ്. അപ്പോൾ മാം നമ്മളിപ്പോൾ ആപ്പ് മാമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റൂട്ടും കാര്യങ്ങളും മാമിൻ്റെ ഡാറ്റ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡാറ്റ വേണം. അപ്പോൾ നമ്മൾ ഗണേഷ് കുമാർ സാറിനെ കണ്ടിരുന്നു, അപ്പോൾ സാറിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും ലൈക്ക് അവർക്ക് യൂസ് ചെയ്യാൻ ഒരു ആവശ്യമില്ല, ലൈക്ക് ഏതൊക്കെ ബസ് ഈ റൂട്ടിലുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഒരു ഐഡിയ വന്നപ്പോൾ മാക്സിമം യൂസ്ഫുൾ ആക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇതാണ് ഇപ്പോൾ ആപ്പിലുള്ള മെയിൻ 4 ഡീറ്റെയിൽസ്. ബട്ട് നമ്മളിത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും ഫ്യൂച്ചറിൽ. ബ്ലൈൻഡ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിട്ടല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പം ഉള്ള ഏരിയയിൽ നിന്ന് സിറ്റിയിലോട്ട് വരണമെങ്കിൽ എത്ര മണിക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ഡൗട്ടായിരിക്കും. അപ്പം ഒരു 3 ബസ് കയറണമെങ്കിൽ ആ സ്ഥലത്ത് ഈ 3 ബസ്സുകൾ എത്ര മണിക്ക് അവിടെ എത്തും, അല്ല എത്ര മണിക്ക് നമുക്ക്